ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വെൽവെറ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതെനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ 13 വയസ്സും 8 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലായിരുന്നു ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ അവരോട് തന്നെ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ വഴി നമ്മൾ ഒരു കസ്റ്റമേഴ്സിനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത് 9 മീറ്ററാണ് കേട്ടോ. ടോട്ടൽ 2 പേർക്കും കൂടെ 9 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് എടുത്തിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ആണ്. അത് ഞാൻ 7 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് 2 പേർക്കും കൂടി 1.5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് സ്ലീവ്സിലും ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തും ആണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ത്രെഡും എടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ലേസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. 10 മീറ്ററൊക്കെ ലേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ. നേരിട്ട് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുന്നതിലും നല്ലത് ഇതുപോലെ ഒരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഹോൾസ് വരുന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. 13 കുട്ടിയുടെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് 15.5 ഇഞ്ചസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 15.5 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തയ്യൽ തുമ്പിന് താഴെയും മുകളിലും നമുക്ക് തയ്യൽ തുമ്പും മടക്കി തേക്കാനും വരും. അപ്പോൾ ഒരു 1.5 ഇഞ്ചസും കൂടി ഞാൻ ഏറെ എടുത്തു കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 17 ഇഞ്ചസാണ് ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇത് കസ്റ്റമർ കുട്ടിയുടെ വയറ് കാണാത്ത രൂപത്തിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ വിടുത്തായിട്ട് 13.5 ഇഞ്ചസ് ആയിരുന്നു കേട്ടോ ടോട്ടൽ വിടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലേക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്തും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് നമുക്കൊരു ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 32 ഇഞ്ചസ് ആയിരുന്നു. അതിനെ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് 8 ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്കൊരു 1.5 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് 28 ഇഞ്ചസാണ് ടോട്ടൽ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1/2 ഇഞ്ച്, നമ്മൾ 8 ഇഞ്ച് മുകളിൽ എടുത്തെങ്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 7.5 ഇഞ്ചും അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കേട്ടോ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ യോക്കിൻ്റെ പാറ്റേണാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ 2 സൈഡിലും ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് എക്സ്ട്രാ നമ്മളൊരു വർക്ക് മെറ്റീരിയലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ചെറിയ ഡിഫറൻസിലാണ് കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസിന് ഞാൻ താഴെ ഭാഗത്ത് ആദ്യമേ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ താഴെ വരുന്ന പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് 2 ഷോൾഡറിൻ്റെ അവിടെ വരുന്നൊരു പീസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഭാഗം ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോളർ നെക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോളറിൻ്റെ നെക്കിൻ്റെ വിടുത്തായിട്ട് 2.5 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇറക്കേണ്ട. ഫ്രണ്ട് നെക്ക് 1.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് ആം ഹോളിനും കവിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ താഴേക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതുപോലെ കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ആ ഒരു 2 സൈഡിലും വരുന്ന വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാറ്റേണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക്
വർക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ നെക്കിൻ്റെ വിടുത്ത്, അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചസാണ് നോർമൽ നെക്കിൻ്റെ വിടുത്തായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2.5 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതുപോലെ ഒന്ന് വരച്ചിട്ട് ചെറിയൊരു കർവായിട്ടൊന്നും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഓപ്പൺ വരുന്നുണ്ടല്ലോ, ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ്. കട്ടിങ്ങൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. 3 പീസ് ഫ്രണ്ടിൽ ഇതുപോലെ 2 സൈഡിലും കൊടുക്കാനും മെയിൻ പീസായിട്ടും ബാക്കിലും സെയിം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതുപോലെ നോർമലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ട. പക്ഷേ എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലുള്ള അതേപോലെ തന്നെ ബാക്കിലും ആ ഒരു വർക്കൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നമുക്ക് ഹുക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിനും കൂടി എടുത്തിട്ട് വേണം ബാക്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ബാക്ക് നമ്മൾ സെയിം ഇതുപോലെ വെക്കാതെ 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹുക്ക് വരേണ്ട ഭാഗത്ത് കൊടുത്തിട്ട് വേണം. അപ്പോൾ നമ്മളവിടെ നമുക്ക് സീം അലവൻസും കൂടി വേണം കേട്ടോ. ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഇതുപോലെ മെഷർമെൻറ്റ്സ് എടുത്ത് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും വരുന്ന പീസും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാക്കാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പീസ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഡിഫറൻസ് ആണ് ഇട്ടുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്തതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 8 വയസ്സായ മോളതും കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കെട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ലൈനിങ് പീസിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാറ്റേൺ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലൈനിങ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പം നമുക്ക് പ്രശ്നമല്ല, 2 സൈഡ് നമുക്ക് ഒരേപോലെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ പാറ്റേൺ ലെഫ്റ്റും റൈറ്റും കറക്റ്റാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ 2 ലെഫ്റ്റ് സൈഡ് അങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ അകവും പുറവും രണ്ടും 2 വശമായതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് പീസിനെ മാത്രമാണ് ഇതുപോലെ വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെൽവെറ്റ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ പീസാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നിനെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെൽവെറ്റിൻ്റെ ഉൾവശം നല്ല വശം ഉണ്ടല്ലോ, അത് നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ട് തന്നെ കേട്ടോ കിട്ടുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ നമുക്കതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ടിലും വേണം ബാക്കിലും വേണം. അപ്പോൾ ടോട്ടൽ 4 പീസാണ് ഇതുപോലെ എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതിന് മുഴുവൻ പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കേണ്ടത്. അപ്പം ഓരോന്നും ഇതുപോലെ ടോട്ടൽ എനിക്ക് മെയിൻ ഫാബ്രിക് വെൽവെറ്റ് വരുന്നുണ്ട്, പിന്നെ ലൈനിങ് പീസ് ക്രേപ്പ് വരുന്നുണ്ട്, പിന്നെ വർക്ക് മെറ്റീരിയൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അത് നമുക്കിതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കണം. അങ്ങനെ 3 ലെയറായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഈ ഒരു കർവ് ഭാഗം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 4 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കർവ് ഭാഗം ഉണ്ടല്ലോ,
അതിനെ നല്ല വശത്തൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ലേസ് വരുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റഡിക്ക് അവിടെ നിന്നോളും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കർവിൽ ലേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ എന്തായാലും പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് അവിടെ പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ലേസും വർക്ക് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കർവ്, അത് നോക്കിയിട്ട് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ പതിഞ്ഞ് നിന്നോളും. ബാക്ക് സൈഡിൽ ഞാൻ ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനിതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു ഡിസൈൻ തന്നെ ബാക്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര വർക്ക് വരുന്നില്ല, എന്നാലും ഉള്ള വർക്കിനനുസരിച്ച് ഞാൻ ബാക്കിലും ഇങ്ങനെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ പിൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ കോളറിന് ടോട്ടൽ ലെങ്ത്ത് 14.5 ഇഞ്ചസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോളറിൻ്റെ വിടുത്തായിട്ട് ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് 2 സൈഡിലും തയ്യൽ തുമ്പിനും കൂടി വേണമല്ലോ. അപ്പോൾ 4 ഇഞ്ച് ഇതുപോലെ എടുത്തിട്ട് ഒരു 14.5 ഇഞ്ചിൽ ഞാനൊരു ക്യാൻവാസ് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ ആ ഒരു കോളറിൻ്റെ ഭാഗത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വശത്തിന് മുകളിലായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനൊന്ന് ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇതിനൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഉൾവശത്തൊന്ന് ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വന്നിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കോളർ ഞാൻ ഷേപ്പിലൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും 14.5 ഇഞ്ചസ് ആ ഒരു ലെങ്ത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കോളറ് നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗം നോക്കിയിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഈ ഒരു കോളറിനെ താഴെയും മുകളിലും ഒക്കെ നമ്മൾ മടക്കി തയ്ച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കോളർ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ അത്യാവശ്യം നല്ല ബീഡ്സ് വർക്കുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സൂചി പൊട്ടി പോകാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മൾ കോളർ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എക്സ്ട്രാ ഒരു കട്ടിങ്ങോ ഒന്നും ഇല്ലാതെ ആ ഒരു ലൈനായിട്ട് തന്നെ അങ്ങ് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഈ ഒരു മെത്തേഡിൽ ഞാൻ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കോളറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹുക്ക് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്കും ഹുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് സ്ലീവ്സ് 2 സ്ലീവ്സും ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ സ്ലീവ്സും ഞാൻ ലൈനിങ് പീസും അതുപോലെ വെൽവെറ്റിൻ്റെ പീസൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറിലേക്ക് ആ ഒരു വർക്ക് മെറ്റീരിയലും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കസ്റ്റമറുടെ അടുത്തുനിന്ന് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ പാക്കിങ്ങും കൂടെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണല്ലോ നമുക്ക് സന്തോഷം. നമുക്ക് ഈ ഒരു പാക്കിങ്ങും അതുപോലെ നമ്മുടെ കസ്റ്റമർ ഇതിൽ ഹാപ്പിയാണെന്ന് അറിയുന്നതും നമുക്ക് സന്തോഷമാണ്. നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ്. ഈ ഒരു വർക്കും ഞാൻ റീൽസ് ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഔട്ട്ഫിറ്റ് പല പല കളറുകളിലും ചെയ്യാനായിട്ട് കുറേ ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയേ വരുന്നതായിരിക്കും. ഈ ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
1 സൈഡ് ബെൽറ്റും 1 സൈഡ് ഇലാസ്റ്റിക്കും ആയിട്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.